നമ്മളിൽ പലരും ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവഴിക്കുന്നത് പണം സമ്പാദിക്കാനാണ്. കൂടുതൽ ശമ്പളം, കൂടുതൽ സമ്പാദ്യം, കൂടുതൽ നിക്ഷേപങ്ങൾ. കാരണം ഒരു നാൾ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ ഒരു ചോദ്യം, സന്തോഷം നൽകാൻ പണം എങ്ങനെ ചെലവാക്കണമെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ലോകപ്രശസ്ത എഴുത്തുകാരനായ മോർഗൻ ഹൗസൽ തൻ്റെ ആർട്ട് ഓഫ് സ്പെൻഡിങ് മണി എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇതാണ്: പ്രശ്നം നമുക്ക് എത്ര പണമുണ്ട് എന്നതല്ല, ആ പണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. അദ്ദേഹം ഇതിൽ പറയുന്നത്, പണം ഉപയോഗിച്ച് സ്വാതന്ത്ര്യം വാങ്ങുക. നമ്മൾ പലപ്പോഴും സമ്പത്തിനെ ആഡംബരവുമായി ബന്ധപ്പെടുത്തുന്നു. വലിയ വീടുകൾ, വില കൂടിയ കാറുകൾ, ബ്രാൻഡഡ് സാധനങ്ങൾ. പക്ഷേ മോർഗൻ ഹൗസൽ പറയുന്നത് സമ്പത്തിൻ്റെ യഥാർത്ഥ അർത്ഥം സ്വാതന്ത്ര്യമാണ്. രാവിലെ എപ്പോൾ എഴുന്നേൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം, കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവശ്യമെങ്കിൽ ഒരു ജോലി ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം. കാരണം 80 മണിക്കൂർ ജോലി ചെയ്ത് ആ പണം ആസ്വദിക്കാൻ പോലും സമയം ലഭിക്കുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ സമ്പത്തല്ല. അടുത്തത് അദ്ദേഹം പറയുന്നത് താരതമ്യത്തെക്കുറിച്ചാണ്. താരതമ്യം എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ്. ഉദാഹരണത്തിന്, ഒരു ദിവസം നിങ്ങൾ പുതിയ ഫോൺ വാങ്ങുന്നു, സന്തോഷം തോന്നുന്നു. പക്ഷേ അടുത്ത ദിവസം മറ്റൊരാളുടെ കയ്യിൽ അതിലും മികച്ച മോഡൽ കാണുന്നു. അപ്പോൾ നിങ്ങളുടെ സന്തോഷം കുറയുന്നു. കാരണം താരതമ്യത്തിന് ഒരവസാനമില്ല. മോർഗൻ ഹൗസൽ പറയുന്നത്, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ ചെലവാക്കുന്ന പണം സന്തോഷം നൽകാറില്ല. യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് നിങ്ങളുടെ സ്വന്തം വിജയത്തിൻ്റെ അളവുകോൽ നിങ്ങൾ തന്നെ നിശ്ചയിക്കുമ്പോഴാണ്. നിങ്ങളുടെ പണം നിങ്ങളുടെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കണം. മോർഗൻ ഹൗസൽ സ്വയമേ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരു അച്ഛനാണ്, ഒരു മകനാണ്, ഒരു ഭർത്താവാണ്, ഒരു സുഹൃത്താണ്. അദ്ദേഹം പണം ഉപയോഗിക്കുന്നത് ഈ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കാനാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങൾ ചെലവാക്കുന്ന പണം നിങ്ങൾ ആരാണെന്ന് പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ കുടുംബത്തെ വിലമതിക്കുന്ന ആളാണെങ്കിൽ അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയം പ്രധാനമാകണം. നിങ്ങൾ ഉദാരതയെ വിലമതിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പണം മറ്റുള്ളവരെ സഹായിക്കാനും ഉപയോഗിക്കണം. സേവ് ചെയ്യാനും ചെലവഴിക്കാനും പഠിക്കണം. ചിലർ അമിതമായി ചിലവഴിക്കുന്നു, മറ്റു ചിലരാകട്ടെ ചിലവാക്കാൻ പോലും ഭയപ്പെടുന്നു. അവർ കരുതുന്നു, ഇനിയും കുറച്ച് സേവ് ചെയ്തിട്ട് പിന്നീട് ആസ്വദിക്കാം. പക്ഷേ മോർഗൻ ഹൗസൽ ചോദിക്കുന്നു, നിങ്ങൾ വൃദ്ധരാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഖേദിക്കുക എന്തിനെക്കുറിച്ചായിരിക്കും? സേവ് ചെയ്യാതെ പോയ പണത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ സൃഷ്ടിക്കാതെ പോയ ഓർമ്മകളെക്കുറിച്ചാണോ? അദ്ദേഹം പറയുന്നത്, സേവ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഒരിക്കലും അത് ചെലവഴിക്കാതിരിക്കുക അല്ല. ഇനി വിജയത്തിൽ ഭാഗ്യത്തിൻ്റെ പങ്കിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഠിനാധ്വാനം പ്രധാനമാണ്. പക്ഷേ നമ്മൾ ജനിച്ച സാഹചര്യം, നമ്മൾ വളർന്ന സമൂഹം, നമ്മൾ കണ്ടുമുട്ടിയ ആളുകൾ, ഇവയെല്ലാം നമ്മുടെ സാമ്പത്തിക യാത്രയെ സ്വാധീനിക്കുന്നു. ഇത് തിരിച്ചറിയുമ്പോൾ നമ്മൾ കൂടുതൽ വിനയമുള്ളവരാകുന്നു, കൂടുതൽ നന്ദിയുള്ളവരാകുന്നു, മറ്റുള്ളവരെ വിധിക്കുന്നത് കുറയുന്നു. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പണം എങ്ങനെ ചെലവാക്കണം എന്ന് പറയുന്ന ഒരു നിയമപുസ്തകമല്ല. പകരം ഓരോ ചെലവിനും മുമ്പ് ഒരു ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വഴികാട്ടിയാണ്. ഇത് ഞാൻ ബോധപൂർവം ചെയ്യുന്ന തീരുമാനമാണോ എന്ന്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഡോണ്ട് ബി പ്രൗഡ് ഓഫ് യുവർ കൺസംഷൻ, ബി പ്രൗഡ് ഓഫ് വാട്ട് യു ഹാവ് ബിൽറ്റ്. നിങ്ങൾ വളർത്തിയ കുടുംബം, നിങ്ങൾ കണ്ടെത്തിയ സുഹൃത്തുക്കൾ, നിങ്ങൾ സൃഷ്ടിച്ച ഓർമ്മകൾ, നിങ്ങൾ നേടിയ ജ്ഞാനം. കാരണം അവസാനം ജീവിതത്തിന് അർത്ഥം നൽകുന്നത് വസ്തുക്കളല്ല, മനുഷ്യരാണ്. അതിനാൽ സമ്പന്നനായി കാണപ്പെടുന്ന ജീവിതം പിന്തുടരരുത്, സമ്പന്നമായി അനുഭവപ്പെടുന്ന ജീവിതം നിർമ്മിക്കൂ. ഇതായിരുന്നു മോർഗൻ ഹൗസലിൻ്റെ ദ ആർട്ട് ഓഫ് സ്പെൻഡിങ് മണി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.